ഇവനെ മുൻനിർത്തി കളിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയുള്ള വാർത്തകൾ വരും. അതായത് ഇവന് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇവൻ അതൊന്നും കഴിയില്ല, ഇവൻ രക്തം കണ്ടു കഴിഞ്ഞാൽ തലയുറ്റി വീഴും. നമ്മളെ മറ്റേ ജിഷ കൊലക്കേസിലെ ചങ്ങായിനെ കാണുന്നില്ലേ, അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്ര ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളിലേക്ക് പോകുന്നത്. തോക്ക് സ്വാമി എന്താ പറഞ്ഞത്, അയാൾക്ക് രക്തം കണ്ടു കഴിഞ്ഞാൽ തല. കോട്ടയത്തെ വിജയകുമാറിൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മീരയുടെയും മരണത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളാണ് വരുന്നത്. ആരെയും കുറ്റം പറയാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ ശരിയല്ലടാ നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത്, എടാ ശരിയല്ലേ ഇതൊക്കെ എന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത്. അതായത് ഏതോ ഒരു നരുന്ത് പോലെ തന്നെ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ഇവനാണ് ഇതുപോലെ ചെയ്തത്, അല്ലെങ്കിൽ ഇവൻ ദൂരെ നിന്നാണ് അടിച്ചു കൊന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വിശ്വസിക്കുക? അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ അവൻ്റെ ഒരു ദേഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി രക്തം പോലും വന്നിട്ടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ ദൂരെ നിന്നിട്ടാണ് അടിച്ചത് എന്നാണ് പറയുന്നത്. ഇന്നൊരു ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വിജയകുമാറിൻ്റെ കുടുംബവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു ഡോക്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാവർക്കും തോന്നിയത് തന്നെയാണ്. പിന്നെ അയാളിങ്ങനെ വീഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും തോന്നിയ കാര്യം തന്നെയാണിത്. എന്താണെന്ന് വെച്ചാൽ വിജയകുമാറിൻ്റെ ദൂരെ നിന്നിട്ട് ഒരുത്തം പറയുകയാണ് ഞാൻ നിങ്ങളെ തല്ലാൻ പോവുകയാണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിജയകുമാറിന് ഒരു തൊഴി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചെറുക്കെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് വീഴും. അതുമാത്രവുമല്ല, ഈ CCTV പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നു. അതുപോലെ ഓട്ടോക്കാരൻ ഇന്ന് സംസാരിക്കുന്നത് കേട്ടു, അയാളോട് പറഞ്ഞിരുന്നു പോലും ഒരാളേ ഉള്ളൂ ഏകാത്മീയെന്ന്. ഏതോ ഒരു സിനിമയിൽ മറ്റേ മോഹൻലാൽ ജഗതിങ്ങേറ്റം പറയുന്നുണ്ട്, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അതായത് പണ്ടത്തെ ചൊല്ലുണ്ടല്ലോ, അച്ഛൻ പത്തായത്തിലും ഇല്ല കളപ്പുരയിലും ഇല്ല എന്ന് പറഞ്ഞതുപോലെ, അതായത് അവിടെയുണ്ട് പക്ഷേ ഇവിടുന്ന് പറയാൻ പറഞ്ഞത് അതാണ്. അതുപോലെ ഈ പയ്യൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ പോയി ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചമുള്ള സ്ഥലമാണ്. അതുപോലെ ഇവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു. എനിക്കതിൻ്റെ ബർമുഡയിൽ പോലും സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇറങ്ങുമ്പോഴേ ഒരു കറുത്ത ബർമുഡയാണ് കാണുന്നത്, പക്ഷേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേ ഒരു വെളുത്ത ബർമുഡയാണ്. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കൃത്രിമമുണ്ടോ? അതായത് ഇതിൻ്റെ പിന്നിൽ ഏതോ ഒരു വലിയൊരു ബുദ്ധിയുണ്ട്, അത് ഉറപ്പ് തന്നെയാണ്. കാരണം ഇവൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ആകെ 2 മൊബൈലാണ് വേണ്ടതെങ്കിൽ ആ മൊബൈലും എടുത്തുകൊണ്ട് പോകും. അതുപോലെ തന്നെ പണമാണ് വേണമെങ്കിൽ ആ സ്വർണവും പൊട്ടിച്ചുകൊണ്ട് പോകും. ഇതൊന്നും ഇവൻ ചെയ്തിട്ട് ഇവൻ ആകെ എടുത്തത് ഈ മൊബൈൽ മാത്രമാണ്. അത് അവനെ പിടിക്കുന്ന അവന് കൃത്യമായിട്ടറിയാം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ എന്താ പറയണ്ടേ, ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ സുഖിച്ച് ജീവിക്കാൻ എന്നൊന്നും അവൻ കരുതുന്നില്ല. അവൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവൻ മൊബൈൽ എടുത്തു പോയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീര എന്ന് പറയുന്ന സ്ത്രീയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ബുദ്ധി കേന്ദ്രം കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഒരു വലിയ ബുദ്ധി, അയാൾക്ക് ഒരുപാട് കാര്യവുമുണ്ട് ഇതിനെക്കൊണ്ട്. അതായത് ഇവനെ മുൻനിർത്തി കളിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയുള്ള വാർത്തകൾ വരും. അതായത് ഇവന് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇവൻ അതൊന്നും കഴിയില്ല, ഇവൻ രക്തം കണ്ടു കഴിഞ്ഞാൽ തലയുറ്റി വീഴും. നമ്മളെ മറ്റേ ജിഷ കൊലക്കേസിലെ ചങ്ങായിനെ കാണുന്നില്ലേ, അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്ര ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളിലേക്ക് പോകുന്നത്. തോക്ക് സ്വാമി എന്താ പറഞ്ഞത്, അയാൾക്ക് രക്തം കണ്ടു കഴിഞ്ഞാൽ അയാൾ തലകറങ്ങി പോകും. അതുപോലെ ഒരു ഉറുമ്പിനെ പോലും അവന് കൊല്ലാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഇവിടുത്തെ കുറച്ച് എഴുത്തുകാരും അതുപോലെ സാമൂഹ്യ പ്രവർത്തകർ എന്നറിയപ്പെടുന്ന കുറച്ച് ടീമുകളും ഇവരെല്ലാവരും പോയിട്ട് അമീറിനോട് ഓരോരോ ചോദ്യങ്ങളാണ്. അങ്ങനെ ഇവരെല്ലാവരും ഇപ്പോൾ പറയുന്നത് എന്താണ്, അമീർ നിരപരാധിയാണ്. അല്ല ചെങ്ങായിമാരെ, പിന്നെ ആരാണ് കുറ്റവാളി? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അമീർ അല്ല ചെയ്തതെങ്കിൽ പിന്നെ ആരാണ് കുറ്റവാളി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഈ കുറ്റവാളിയാക്കുന്നവനും ജയിലിൽ കിടക്കുന്നവനും ഒക്കെ പ്രതികളാണ്, ഇല്ലെങ്കിൽ അവൻ കുറ്റവാളിയാണ് എന്നൊന്നും നമുക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പേ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കോഴിക്കോടുള്ളൊരു സുന്ദരി അമ്മ ഒരു വധക്കേസ് ഉണ്ടായിരുന്നു. അതിലെന്ന് പറയുന്നത് ഒരു തമിഴനെയാണ്, അതായത് ആരോരുമില്ലാത്ത ഒരു തമിഴനെയാണ് പ്രതി ചേർത്തത്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 1,00,000 രൂപയാണ് കൊടുക്കേണ്ടി വന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമ്മുടെ ഈ പിന്നെ ടൊവിനോ തോമസ് നായകനായ ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇതിനെ ആധാരപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇവന്മാരൊക്കെ ചേർന്നിട്ട് ഇവനെ പ്രതിയാക്കി എടുത്തതിന് ശേഷം ഇനി ഇതുപോലെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ജയിലിലേക്ക് പോകും. അതായത് ഇവൻ ഇനി വധശിക്ഷ വിധിക്കും. അത് കഴിഞ്ഞ് ഇവനെ ഇനി അങ്ങോട്ട് വെളുപ്പിക്കും കൊണ്ടുപോയിട്ട് ഇവനൊരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയില്ല, ഇവനെ ആരോ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റ് ഇളക്കാനാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇവൻ്റെ മട്ടും ഭാവവും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഒരുപാട് സംശയങ്ങളാണ്. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വെപ്രാളമോ അല്ലെങ്കിൽ ഒരു ഭയമോ ഇല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ള തത്രപ്പാടുകൾ, പിന്നെ ഇവൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സംഭവത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ ആ ഒരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിക്കണം എന്നുള്ള തരത്തിൽ ഒരു അഭിനയിച്ചതുപോലെ, അതായത് അവിടെ പേരെഴുതി വെക്കുന്നു, അതുപോലെ ഈ പിന്നെ CCTV മാത്രമുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ നടക്കുന്നു, പിന്നെ CCTV ഉള്ളിടത്ത് പോയിട്ട് പിന്നെ വണ്ടി ഇറങ്ങുന്നു, അതുപോലെ തന്നെ ഓട്ടോക്കാരനോട് പറയുകയാണ് ഏകാത്മീയ എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ ആരുമില്ല എന്ന് വിചാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അതുമാത്രവുമല്ല, ഇവന് കൃത്യമായിട്ടറിയാം രാത്രി 12:30 മണിക്ക് ആരാണ് ഇവിടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയതെന്ന്. ഓട്ടോ സ്റ്റാൻഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവർമാർ പറയും, ഇതാ ഇന്ന പോലെ ഒരു ബംഗാളിയെ ഞാൻ കണ്ടിരുന്നു എന്ന് ആ ഡ്രൈവർ പറയുന്നു. ഇവന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇവൻ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഇറങ്ങുന്നു, ഏകാത്മീയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന സംശയങ്ങളാണ്. അതായത് ഇവൻ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു കൊടുത്തു, ഇനി അതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവൻ കയറുന്നതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ വിജയകുമാറിനെ ആരെങ്കിലും കൊലപ്പെടുത്തിയിരുന്നോ, അല്ലെങ്കിൽ ഈ വീട്ടിൽ വേറെ ആരെങ്കിലും രാവിലെ മുതൽ വന്നിരുന്നോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. അതായത് ഇത്രയും കെയർലെസ് ആയിട്ട് ഇത്രയും വലിയ വീടുകൾ വെച്ച് ഇത്രയും വലിയ ഡോറുകളുള്ള ഒരു വീട്ടിൽ അങ്ങനെ ഈസി ആയിട്ട് കയറാൻ പറ്റുമെങ്കിൽ ഇവിടെയുള്ള എല്ലാ ഡോറുകളും നിങ്ങൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് സുരക്ഷിതത്വമാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്? അതായത് വലിയ വലിയ കമ്പനിയുടെ ഡോറായിരിക്കും അവൻ്റെയൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവുക. ആ ഒരു കമ്പനിക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പരിശോധിക്കണം ഇതെങ്ങനെയാണ് തുറന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ലതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു മരത്തിൻ്റെ സാധനം ഉണ്ടാക്കി വെക്കുന്നില്ലേ, ഇതിലും നല്ല ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ. ഇതിലൊക്കെ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത്? അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറകൾ മുഴുവൻ ഓഫ് ചെയ്യാനും ഇതിൻ്റെ DVR കൊണ്ടുപോയിട്ട് വെള്ളത്തിലിടാനും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവനൊരു സാധാരണ ഒരു ബംഗാളിയൊന്നുമല്ല. ഒന്നിക്കൽ ഇവൻ എന്ന് പറഞ്ഞാൽ പഠിച്ചൊരു കള്ളനാണ്, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ പുറകിൽ ഒരു വൻ സംഘം തന്നെയുണ്ട്. ഇവനെന്തോ കാര്യമായിട്ടുള്ള സംഗതി ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവൻ ആസാമിലേക്ക് എവിടെയും മുങ്ങാഞ്ഞത്. പിന്നെ മറ്റൊരു സംശയം കൂടി ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇവൻ കൃത്യമായിട്ട് വന്നിറങ്ങിയത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. അവിടെയാകുമ്പോഴെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് CCTVകളുണ്ട്. സ്വന്തം നാട്ടിലേക്ക് വരെ പോകാൻ വേണ്ടിയിട്ട് ഇവന്മാർ ടിക്കറ്റ് എടുക്കാറില്ല. അതായത് കേരളത്തിൽ ഈ ട്രെയിനുകളിൽ ആകെ ടിക്കറ്റ് എടുക്കുന്നത് മലയാളികൾ മാത്രമാണെന്നാണ് ഇന്ത്യൻ റെയിൽവേ വരെ പറയുന്നത്. കൂടുതൽ ആൾക്കാർ ഈ നോർത്തിലൊന്നും പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാരും ടിക്കറ്റ് എടുക്കത്തില്ല. അവിടെയൊന്നും ഒരു ചെക്കിങ് പോയിട്ട് ആൾക്കാർ നോക്കത്തും കൂടിയില്ല. അങ്ങനെയുള്ള ഈ ടീം ഏറ്റവും ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. അതായത് ഇവനൊക്കെ പോയിട്ട് ഈ ഏറ്റവും ടിക്കറ്റ് കൃത്യമായിട്ട് ഇങ്ങനെ ക്യാമറേൻ്റെ മുമ്പിൽ എടുക്കുന്നത്, അതും കൊണ്ട് അവൻ പോയിട്ട് ഉള്ളിൽ പോയിട്ട് ഇരിക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കള്ളത്തരം ഇതിൻ്റെയൊക്കെ തില്ലേ? അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വിജയകുമാറിനും മീരാകുമാരിക്കും സംഭവിച്ചത് തന്നെയാണ് അവരുടെ മകനും സംഭവിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് 3 ദുരൂഹ മരണങ്ങളാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത്. അതിലൊന്ന് CBI അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസും കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ജാമ്യത്തിലെടുത്ത സ്ത്രീകളെ അറിയില്ല, ഇവൻ ആരുമായിട്ടാണ് ഇവിടെ പരിപാടി എന്നറിയില്ല. അല്ല, ഇത്രയൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഇവനെ ജാമ്യത്തിലെടുത്ത് പുറത്തു വിട്ടത് ഇന്ന സ്ത്രീകളാണ് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവരുടെ ഒരു ഫോട്ടോ പോലും കാണിക്കാൻ കഴിയുന്നില്ല? ആ രേഖകളൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെയാണോ? ഇവനെ അതായത് ഈ പോലീസുകാർ തന്നെയാണ് പറഞ്ഞത് ഇവനെ ജാമ്യത്തിലെടുത്തവരുടെ പേരുകൾ. അപ്പോൾ അവരെയൊക്കെ കൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ എന്താണ് ഇവർക്കുള്ള റോളുകൾ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ക്ലാരിറ്റി കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒറാഗും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കാമുകി എന്ന് പറയുന്ന അവൾ എങ്ങനെയാണ് ഈ വിജയകുമാറിൻ്റെ കസ്റ്റഡിയിൽ എത്തിയത്? അതായത് ഇവൻ്റെ ലോഡ്ജിൽ താമസിക്കാൻ വന്നപ്പോൾ ജോലി ഓഫർ കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഒരു ബംഗാളിയെ കണ്ടപ്പോൾ തന്നെ വിജയകുമാർ ചാടിക്കയറിയിട്ട്, ഇത്രയും വലിയ മുതലാളിയാണ്, കോടികൾ വരുമാനമുള്ളവനാണ്, അയാൾ ചാടിക്കയറി പറയുകയാണ് നിനക്ക് ജോലി, നിൻ്റെ ഭാര്യയ്ക്കും ജോലി എന്ന്. അപ്പോൾ എന്താണ് വിജയകുമാറിൻ്റെ ആ റോള്? വിജയകുമാറിന് വേറെ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? അതുപോലെ ഇവനും വിജയകുമാറും തമ്മിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊരു വിവരമുണ്ടെങ്കിൽ എന്നെ അറിയിക്കാവുന്നതാണ്. നിങ്ങളൊരു കമൻ്റ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ തരും. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചറിയിക്കാം. വിഷയങ്ങളൊക്കെ തീർക്കാലോ. അതാണ് എൻ്റെ ഉദ്ദേശം. നന്ദി, നമസ്കാരം.